വെൽക്കം ബാക്ക്. വീണ്ടും സ്വാഗതം. പുതിയ ഫിനാൻഷ്യൽ ഇയറിൽ വീണ്ടും നികുതി അടവിൻ്റെ കാലമായി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു ഭൂനികുതി ഓൺലൈനായി എങ്ങനെയാണ് അടക്കുന്നത് എന്ന്. ഇന്ന് നമുക്ക് നോക്കാം കെട്ടിട നികുതി എങ്ങനെ ഓൺലൈനായി അടക്കാം എന്ന്. ഗവൺമെൻറ് കെ സ്മാർട്ട് എന്ന ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്തു വരികയാണ്. അത് കംപ്ലീറ്റ് ആകുമ്പോൾ എല്ലാ നികുതികളും കെ സ്മാർട്ടിൻ്റെ പോർട്ടലിൽ നമുക്ക് അടക്കാം. അതിപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. കഴിഞ്ഞ വർഷം tax.lsgkerala.gov.in എന്ന സൈറ്റിലൂടെയാണ് കെട്ടിടം പഞ്ചായത്തിലായാലും മുനിസിപ്പാലിറ്റിയിലായാലും കോർപ്പറേഷനിലായാലും നമ്മൾ കെട്ടിട നികുതി അടച്ചത്. എന്നാൽ ഈ വർഷം മുതൽ പഞ്ചായത്തിലുള്ള ബിൽഡിങ്ങുകൾക്ക് ഓൺലൈൻ ടാക്സ് അടക്കാൻ ഈ സൈറ്റ് ഉപയോഗിക്കാമെങ്കിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഉള്ള കെട്ടിടങ്ങൾക്ക് നികുതി അടക്കാൻ കെ സ്മാർട്ടിൻ്റെ സൈറ്റാണ് ഉപയോഗിക്കേണ്ടത്. അഥവാ tax.lsgkerala.gov.in എന്ന സൈറ്റിലൂടെ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ നികുതി അടക്കാൻ ശ്രമിച്ചാൽ യു വിൽ ബി ഡയറക്റ്റഡ് ടു ദ കെ സ്മാർട്ട് ടാക്സ് പേയ്മെൻറ്റ് പേജ്. ആദ്യമായി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള കെട്ടിടത്തിൻ്റെ നികുതി എങ്ങനെയാണ് അടക്കുന്നത് എന്ന് നോക്കാം. ഗോ ടു ദ സൈറ്റ് tax.lsg.kerala.gov.in. വിൽ ബി ടേക്കൺ ടു ദിസ് സൈറ്റ്. ഇവിടെ ഡിസ്ട്രിക്റ്റും ഗ്രാമപഞ്ചായത്തും സെലക്ട് ചെയ്ത് സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ എ ലിസ്റ്റ് ഓഫ് ഗ്രാമപഞ്ചായത്ത് വിൽ അപ്പിയർ. അതിൽ നിന്ന് നമ്മളുടെ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്യാം. എൻ്റെ വീട് വളപട്ടണത്തായതുകൊണ്ട് ഞാൻ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ കാണുന്ന വളപട്ടണം പഞ്ചായത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇൻ ദ നെക്സ്റ്റ് സ്ക്രീൻ സെലക്ട് ദ റിക്വയർഡ് സർവീസ്. ഇവിടെ പ്രോപ്പർട്ടി ടാക്സ് ക്വിക്ക് പേ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇൻ ദ ക്വിക്ക് പേയ്മെൻറ്റ് പേജ് സെലക്ട് ദ വാർഡ് ഇയർ. ഇവിടെ പുൾ ഡൗണിൽ നിങ്ങൾക്ക് വാർഡ് ഇയർ കാണാം. ലേറ്റസ്റ്റ് വാർഡ് വിഭജനം നടത്തിയത് 2013 ആ ഇയർ സെലക്ട് ചെയ്യാം. ഇവിടെ വാർഡ് നമ്പറും ഡോർ നമ്പറും കൊടുക്കാം. അഥവാ സബ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതും ഫില്ല് ചെയ്ത് ക്ലിക്ക് ഓൺ സെർച്ച്. ദിസ് ഈസ് ദ നെക്സ്റ്റ് സ്ക്രീൻ. അവിടെ ബിൽഡിംഗ് ഡീറ്റെയിൽസ് കാണാം, ടോട്ടൽ ടാക്സ് ഡ്യൂവും കാണാം. നിങ്ങൾ അടക്കാൻ ഉദ്ദേശിക്കുന്ന പീരീഡ് ഇവിടെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ബിൽഡിങ്ങിന് ടോട്ടൽ ടാക്സ് ഇതാണ് അടക്കാനുള്ളത്. ഇത് ഈ വർഷത്തെ ഫസ്റ്റ് ഹാഫ് ഇയർ ആണ് അടക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഫസ്റ്റ് ഹാഫ് ഇയർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ദ എമൗണ്ട് വിൽ ബി ഷോൺ. ഇവിടെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കൊടുത്ത് ക്യാപ്ച കംപ്ലീറ്റ് ചെയ്ത് ഇതിന് ചുവടെയുള്ള പേ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്ക്രീനിൽ ട്രാൻസാക്ഷൻ ഐ ഡി ആൻഡ് ടാക്സ് എമൗണ്ട് വിൽ ബി ഡിസ്പ്ലേഡ് ആൻഡ് യു വിൽ ബി ഡയറക്റ്റഡ് ടു ദ പേയ്മെൻറ്റ് ഗേറ്റ്വേ. You can select the payment gateway and click on proceed to payment. അടുത്ത സ്ക്രീനിൽ you can select the method of payment. You can use net banking, UPI or credit or debit card. All options are available here. ഞാനിവിടെ നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്ത് now I have to select the institution. I am selecting SBI. Click on make payment. I'll be taken to the SBI payment page. On successful completion of payment, you will be shown the transaction details. Here you can view and print the receipt, or you can go to the transaction history. Transaction historyയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ പീരീഡ് സെലക്ട് ചെയ്ത് റെസീറ്റ് you can download it, directly print it or save and print it. ഇനി കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പൽ പരിധിയിലാണ് നമ്മുടെ ബിൽഡിംഗ് എങ്കിൽ ഓൺലൈനായി ബിൽഡിംഗ് ടാക്സ് എങ്ങനെയാണ് പേ ചെയ്യുന്നത് എന്ന് നോക്കാം. യു ഹാവ് ടു ഗോ ടു ദ സൈറ്റ് ksmart.lsgkerala.gov.in. ഇതാണ് കെ സ്മാർട്ടിൻ്റെ സൈറ്റ്. ഇവിടെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ യു ക്യാൻ സി ക്വിക്ക് സർവീസസ്. ഇതിൽ പേ ടാക്സ് എന്ന
ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇറ്റ് വിൽ ടേക്ക് യു ടു ദ ക്വിക്ക് പേ പേജ്. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, സ്മാർട്ട് സെർച്ച് ആൻഡ് അഡ്വാൻസ്ഡ് സെർച്ച്. സ്മാർട്ട് സെർച്ച് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളുടെ ബില്ലിംഗ് ആധാറുമായും ഫോൺ നമ്പറുമായും ലിങ്ക് ചെയ്ത് ബിൽഡിങ്ങിന് ഒരു യുനിക്ക് നമ്പർ നൽകിയിരിക്കണം. അത് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ അഡ്വാൻസ് സെർച്ചിൽ ഡിസ്ട്രിക്ട് നെയിം, ലോക്കൽ ബോഡി ടൈപ്പ്, ലോക്കൽ ബോഡി നെയിം, സോണൽ ഓഫീസ് നെയിം, വാർഡ് ഇയർ, വാർഡ് നമ്പർ, ഡോർ നമ്പർ, പിന്നെ സബ് നമ്പർ അലോട്ട് ചെയ്തിരുന്ന സബ് നമ്പറും കൊടുത്ത് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ബിൽഡിംഗ് ഡീറ്റെയിൽസ് ആൻഡ് ടാക്സ് പേയബിൾ വിൽ ബി ഡിസ്പ്ലേഡ്. യു വിൽ ബി ടേക്കൺ ടു ദ ക്വിക്ക് പേ സ്ക്രീൻ. അവിടെ നിങ്ങളുടെ പെൻഡിങ് ടാക്സിൻ്റെ ഹാഫ് ഇയർലി ഡീറ്റെയിൽസ് കാണാം. അതിൽ നിങ്ങളിപ്പോൾ പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടാക്സ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറും ഫില്ല് ചെയ്ത് ക്ലിക്ക് ഓൺ പേ നൗ ബട്ടൺ. In the next screen you will be asked to confirm. Once you confirm, you will be taken to the next screen. ഇവിടെ ടാക്സ് അടവിൻ്റെ ഡീറ്റെയിൽസ് കാണാം. കൂടാതെ ഇവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ SBI e-Pay ആണ് സെലക്ട് ചെയ്തത്. ക്ലിക്ക് ഓൺ പേ നൗ. സെലക്ട് പേയ്മെൻറ്റ് മെത്തേഡ്. I am selecting internet banking. Here I will select SBI from the options. I'll be taken to the SBI payment page, and on completion of the payment നമ്മൾ പേ ചെയ്ത ടാക്സിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. ഇവിടെ പ്രിൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ യു ക്യാൻ സീ യുവർ റെസീറ്റ്. യു ക്യാൻ സേവ് ഇറ്റ് ഓർ പ്രിൻറ്റ് ഇറ്റ്. സോ വി ഹവ് സീൻ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്തിലെ ഒരു ബിൽഡിങ്ങിൻ്റെ ടാക്സ് ഓൺലൈൻ അടക്കുക, എങ്ങനെയാണ് മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഉള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ടാക്സ് ഓൺലൈനായി അടക്കുക എന്നതും. Currently we are using separate portals for payment of these taxes. Once K-Smart project is fully developed, we will be able to use this portal for all services under local self-government. K-Smart ഒരു മൊബൈൽ ആപ്പും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. You can download it from Play Store or App Store. Hope this video has been useful. If you liked it, please share it. If you have not already subscribed to our channel, please do subscribe now. Thank you for watching. Hope to see you soon with another useful video. Take care.